ഒക്ടോബർ 2 കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 10 വാക്യത്തിൽ കുട്ടികളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇപ്രകാരം പറയുന്നു: ഈ കുട്ടികളിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം ദർശിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ ഈ വാക്കുകളിൽ നിന്നും ഓരോ മനുഷ്യനും ഓരോ കാവൽ മാലാഖയുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ. ഓരോ രാജ്യത്തിനും ഓരോ നഗരത്തിനും ഓരോ സ്ഥാപനത്തിനും ഓരോ കാവൽ മാലാഖയുണ്ടെന്നാണ് വിശ്വാസം. മാലാഖമാരെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടത്തും പ്രതിപാദിച്ചിരിക്കുന്നു. മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ എന്നിവരുടെ പേരും പരാമർശിക്കുന്നുണ്ട്. മാലാഖമാർ സർവ്വദാ അരൂപികളാണ്. ലോക സൃഷ്ടിയോടുകൂടെ മാലാഖമാരെയും ദൈവം സൃഷ്ടിച്ചു. അവരിൽ ചിലർ അഹങ്കാര നിമിത്തം പാപം ചെയ്ത് ദൈവകോപത്തിന് വിധേയരായി. അവരാണ് പിശാചുക്കൾ അഥവാ അധംപതിച്ച മാലാഖമാർ. നമ്മുടെ കാവൽ മാലാഖമാർ അവർ നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്നു. അവരോട് നമുക്ക് സ്നേഹവും കൃതജ്ഞതയും ഉണ്ടായിരിക്കേണ്ടതാണ്. പാപത്തിന്റെ ഗൗരവം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കരയുന്ന മാലാഖയെ കുട്ടിയുടെ അടുക്കൽ നിർത്തിയിരിക്കുന്ന ഒരു പ്രശസ്തമായ ചിത്രമുണ്ട്. മാലാഖമാർക്ക് കരയുവാനോ ചിരിക്കുവാനോ കഴിയില്ലെങ്കിലും യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമായിരിക്കും അവരുടെ കരയിലും വാദ്യഘോഷങ്ങളും കാഹളവിളികളും. കാവൽ മാലാഖമാർ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ്, ജമ്മാൽ ഗൽഗാനി മുതലായ പല വിശുദ്ധന്മാർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് ചരിത്രം. എന്റെ കാവൽ മാലാഖേ, എന്നെ കാത്തു സൂക്ഷിക്കുന്നതിന് ദൈവം അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. എന്നെ ഭരിച്ച് പരിപാലിക്കണമേ. ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. എന്റെ സ്നേഹവും കൃതജ്ഞതയും അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രഭാതത്തിലും രാത്രി വിശ്രമത്തിനു മുമ്പും ചൊല്ലുന്നത് ഉത്തമമാണ്. നിന്റെ കാവൽ മാലാഖയെ നീ ബഹുമാനിക്കുകയെന്നും മാലാഖയുടെ സംരക്ഷണത്തിന് നീ നന്ദിയുള്ളവനായിരിക്കുക എന്നും എല്ലാ വിപത്തുകളിലും വിഷമങ്ങളിലും പ്രലോഭനങ്ങളിലും മാലാഖയിലേക്ക് തിരിഞ്ഞപേക്ഷിക്കുകയെന്നും വിശുദ്ധ ബെർണാഡ് വ്യക്തമാക്കുന്നു. കാവൽ മാലാഖമാരെ, ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ.